പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വചനദീപ്തിയുടെ ഈ ശുശ്രൂഷയിലേക്ക്, ഈ അഭിഷേകത്തിലേക്ക് ഞാൻ ഈശോയുടെ നാമത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യാണ്. നാം ഇന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കാ സുവിശേഷം 13-ാം അധ്യായത്തിൽ 10 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ ഈശോ കൂനുള്ള ഒരു രോഗിയെ സുഖപ്പെടുത്തുന്നത് നാം കാണുകയാണ്. ഇപ്രകാരമാണ്: സാബത്തിൽ അവൻ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടപ്പോൾ അടുത്തു വിളിച്ചു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു. തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. യേശു സാബത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ച് സിനഗോഗ് അധികാരി ജനങ്ങളോട് പറഞ്ഞു, ആഴ്ചയിൽ 7 ദിവസങ്ങളുണ്ടല്ലോ, ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക, സാബത്ത് ദിവസം പാടില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, കപട നാട്യക്കാരെ, നിങ്ങൾ ഓരോരുത്തരും സാബത്തിൽ കാളകളെയോ കഴുതകളെയോ തൊഴുത്തിൽ നിന്നഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലേ? 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന ഈ അബ്രഹാത്തിൻ്റെ ഈ മകളെ സാബത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നോ? ഇത് കേട്ട് അവൻ്റെ പ്രതിയോഗികളെല്ലാം ലജ്ജിതരായി. എന്നാൽ ജനക്കൂട്ടം മുഴുവൻ അവൻ ചെയ്തിരുന്ന മഹനീയ കൃത്യങ്ങളെക്കുറിച്ച് സന്തോഷിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പലതവണ നമ്മൾ പലയാവർത്തി കേട്ടതും വായിച്ചതും ധ്യാനിച്ചതും പ്രസംഗിച്ചതുമൊക്കെ ആയ ഒരു വചനഭാഗമാണ്, സുവിശേഷമാണത്. എന്നാൽ ഇന്ന് നാം ധ്യാനിക്കുന്നത് ബന്ധനങ്ങളെക്കുറിച്ചാണ്. നമ്മൾ വളരെയധികം ഒരു വിവാദ വിഷയമാകാവുന്നൊരു വിഷയം കൂടിയാണ് ബന്ധനം എന്ന് പറയുന്നത്. ബന്ധനമെന്നൊന്നില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബന്ധനങ്ങളെക്കുറിച്ച് തിരിച്ചറിവില്ലാത്ത ഒരു വലിയ സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. ഇന്ന് നാം കാണുന്നത് ഈശോ ബന്ധനത്തിൽ നിന്ന്, സാത്താൻ്റെ ബന്ധനത്തിൽ നിന്ന് 18 വർഷക്കാലം കൂനിയായി ജീവിച്ച ഒരു മകളെ, നിവർന്നു നിൽക്കാൻ കഴിവില്ലാത്തവളെ നിവർന്നു നിൽക്കാൻ കഴിവുള്ളവളാക്കി മാറ്റുന്ന, ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന കർത്താവിനെയാണ് നാം സുവിശേഷത്തിൽ കാണുക. പലപ്പോഴും വിശ്വാസികളായി കഴിയുന്ന നമ്മൾ തന്നെയും ഈ ബന്ധനത്തെക്കുറിച്ച് വലിയ തിരിച്ചറിവൊന്നുമില്ലാതെ, ബന്ധനങ്ങൾ എന്നൊക്കെയുള്ളതൊരു പഴമൊഴിയായൊക്കെ നമുക്ക് മാറിക്കഴിഞ്ഞു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനത്തിൽ, 1-ാമത്തെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ അവിടുന്ന് ഇപ്രകാരം നാം വായിക്കുന്നു. 19-ാം തിരുവചനം: നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. നാം ദൈവത്തിലുള്ളവരാണെന്നും ലോകം മുഴുവനും ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. ഇത് മനസ്സിലാക്കണമെങ്കിൽ സാത്താൻ്റെ വാക്കുകളെ തന്നെ ശ്രദ്ധിക്കുക. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 10-ാം തിരുവചനത്തിൽ സാത്താൻ ദൈവത്തോട് പറയുകയാണ്, നീ ജോബിന് ചുറ്റും വേലി കെട്ടി അവനെ സംരക്ഷിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദുഷ്ടനിൽ നിന്ന് നമ്മെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് ഈശോ തന്നെയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, അവരെ ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണമേ, ലോകത്തിൽ നിന്ന് എടുക്കണമേ എന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, മറിച്ച് അവരെ കാത്തുകൊള്ളണമേ. സഖറിയ 9-ാം അധ്യായത്തിൽ 8-ാം തിരുവചനം ഇപ്രകാരം പറയും, ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കത്തക്ക വിധം ഞാൻ തന്നെ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. മർദ്ദകൻ ഇനി അവരെ സമീപിക്കുകയില്ല, എന്തെന്നാൽ എൻ്റെ ദൃഷ്ടി അവരുടെ മേലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതാ ഇപ്രകാരം വചനത്തിൽ ഉടനീളം നമ്മെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന, പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കൃപാവലയത്തെക്കുറിച്ച് പറയുകയാണ്. ഈ ലോകത്തിൻ്റെ ദുഷ്ടൻ്റെ ശക്തിവലയം എന്താണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ്
നാം പലപ്പോഴും ഈ കെണിയിൽ പെട്ടുപോകുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുകയാണ് എങ്ങനെയാണ് ഈശോ ആ മകളെ സുഖപ്പെടുത്തുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് എനിക്ക് ഈ ബന്ധനങ്ങളിൽ നിന്ന്, ഈ പൈശാചിക പീഡകളിൽ നിന്ന്, ദുഷ്ടൻ്റെ കരവലയത്തിൽ നിന്ന്, അവൻ്റെ കണ്ണിൽ നിന്ന്, മറച്ചു വെച്ചിരിക്കുന്ന കെണിയിൽ നിന്ന് എനിക്ക് സംരക്ഷണം ലഭിക്കുക എങ്ങനെയാണ്? ഇതാ ഈ ഇന്നത്തെ സുവിശേഷം അതിനുള്ള ഉത്തരം നൽകുന്നുണ്ട്. എന്താണ്? അവൻ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നു. ഈശോയ്ക്ക് പഠിപ്പിക്കാൻ എന്താ ഉള്ളത്? തൻ്റെ വചനമാണ് അവന് പഠിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ബന്ധനങ്ങളുടെ കാരണം നമ്മൾ തേടിപ്പോവുകയാണെങ്കിൽ ബാറൂക്ക് പ്രവചന ഗ്രന്ഥത്തിൽ 3-ാം അധ്യായത്തിൽ 10 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയും: ഇസ്രായേലേ, നീ ശത്രു രാജ്യത്ത് അകപ്പെടാൻ എന്താണ് കാരണം? ഇസ്രായേലേ, നീ ശത്രു രാജ്യത്ത് അകപ്പെടാൻ എന്താണ് കാരണം? വിദേശത്ത് വെച്ച് വാർദ്ധക്യം പ്രാപിക്കുന്നത് എന്തുകൊണ്ട്? മൃതരോടൊപ്പം അശുദ്ധരാകാൻ കാരണമെന്ത്? പാതാളത്തിൽ പതിക്കുന്നവരോടൊപ്പം നീ ഗണിക്കപ്പെടുന്നത് എന്തുകൊണ്ട്? ജ്ഞാനത്തിൻ്റെ ഉറവിടം നീ പരിത്യജിച്ചു. 12-ാം വാക്യം പറയുകയാണ്, ജ്ഞാനത്തിൻ്റെ ഉറവിടം നീ പരിത്യജിച്ചു. ദൈവത്തിൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ നീ എന്നേക്കും സമാധാനത്തിൽ വസിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മളൊക്കെയും തിരിച്ചറിയാത്ത ഈ ബന്ധനത്തിൻ്റെ ലോകത്തിലേക്ക് പെട്ടുപോകുന്നുണ്ട്. പെട്ടെന്നാണ് ഒരു ദിവസം ജീവിത പങ്കാളി ഒരു പാപകരമായ അവസ്ഥയിലാണെന്ന് അറിഞ്ഞ് തകർന്നു പോയ എത്രയോ വ്യക്തികളെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ പഠിക്കാൻ വിട്ടതാണ്, നല്ല അനുസരണം, നല്ല സ്നേഹം, നല്ല കുടുംബം, കുടുംബ പ്രാർത്ഥനയുള്ളവർ, സൺഡേ ക്ലാസ്സിനും കാറ്റഗിസത്തിനുമൊക്കെ ഒന്നാമതെത്തിയവർ വിദേശങ്ങളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ പഠിക്കാൻ പോയിട്ട് പാപകരമായ അവസ്ഥയിൽ പെട്ടുപോകുന്നു. എന്താണ് കാരണം? വചനം പറയാണ്, ജ്ഞാനത്തിൻ്റെ ഉറവിടം നീ ഉപേക്ഷിച്ചു. മറ്റൊന്നുമല്ല, ഒരേ ഒരു കാരണമാണ്, ജ്ഞാനത്തിൻ്റെ ഉറവിടം നീ പരിത്യജിച്ചു. ദൈവത്തിൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ നീ സമാധാനത്തിൽ വസിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ജ്ഞാനത്തിൻ്റെ ഉറവിടത്തിലേക്ക് പോകാൻ നമുക്ക് താല്പര്യമില്ല. ഇന്ന് ധ്യാനങ്ങൾക്കൊക്കെ ആളുകൾ കുറവാണെന്ന് പറയുക. പലയിടങ്ങളിലും ജ്ഞാനം അന്വേഷിക്കുന്ന ഒരു തലമുറ ഇന്നില്ല. അവർക്കിന്ന് മറ്റു പല കാര്യങ്ങളുമാണ്. ഒരുപാട് പണം ഉണ്ടാക്കണം, ഒരുപാട് സ്ഥാനമാനങ്ങൾ നേടിയെടുക്കണം, ഒരുപാട് കാര്യങ്ങൾ വികസിപ്പിക്കണം, എല്ലാം നല്ല വാഹനം വേണം, ഭക്ഷണം വേണം. ഒരു വാക്ക് തന്നെ ഉരുത്തിരിഞ്ഞല്ലോ, അടിച്ചുപൊളി, പൊളി എന്നൊക്കെയാണ് പറയുക. ഇന്ന് ജീവിതം മാറിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ട സുവിശേഷത്തിൽ പറയുകയാണ്, ഒരു സാബത്തിൽ അവൻ സിനഗോഗിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ തെരഞ്ഞെടുത്ത ദിവസം ഏതാണെന്നറിയാവോ? സാബത്ത് ദിവസമാണ്. എന്താ സാബത്തിൻ്റെ പ്രത്യേകത? കർത്താവിനുള്ള ദിവസമാണ്. അത് കർത്താവിൻ്റെ സമയമാണ്. അത് കർത്താവിന് വേണ്ടി മാറ്റിവെക്കേണ്ട ദിവസമാണ്. ആ ദിവസം വീട്ടിൽ കിടന്നുറങ്ങുകയല്ല, സിനിമയ്ക്ക് പോകാൻ പദ്ധതി ഇടുകയല്ല, ട്രിപ്പ് പോവുക, പള്ളി പോകണ്ടേ, അത് സാരമൊന്നുമില്ല. രാവിലെ നേരം വെളുക്കെ എഴുന്നേറ്റ് പുതിയ പുതിയ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവുക, അല്ലെങ്കിൽ കൂട്ടുകാരുമൊത്ത് പോവുക, അല്ലെങ്കിൽ വളരെ വൈകി വന്ന് മാളുകളിലും മറ്റുമൊക്കെ പോയി കറങ്ങിയടിച്ച് വന്ന് കുടുംബമായിട്ടൊക്കെ തന്നെ പിറ്റേ ദിവസം രാവിലെ ദിവ്യബലിക്ക് പോകാൻ സമയമില്ല, കൂതാശകൾക്ക് സമയമില്ല, തളർന്നുറങ്ങുക. പള്ളിയിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു കുടുംബത്തെ കണ്ടു. മക്കളെവിടെയെന്ന് ചോദിച്ചു. അയ്യോ ബ്രദറെ, അവർ ഉറങ്ങുക, ഇന്നലെ പറഞ്ഞതാ, ഉറങ്ങുക ബ്രദറെ, അവർക്ക് സമയം ഉണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, ചങ്കിലൊരു വേദനയാണ്. അപ്പനും അമ്മയാ പറയും, അയ്യോ കുഞ്ഞുങ്ങൾ ക്ഷീണിച്ചുറങ്ങുക. ഇതേ മാതാപിതാക്കളെ പിന്നീട് കാണാൻ ഇട വന്നിട്ടുണ്ട് പലപ്പോഴും. അവർ വേദനയോടെ, ബ്രദറെ പ്രാർത്ഥിക്കണം, മക്കളൊക്കെ പല വഴിക്കായി പോയി ബ്രദറെ, ഞങ്ങൾക്ക് ആർക്കും ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല, ആരുടെ കൂടെയാണെന്ന് പോലും അറിയില്ല. ആ അവസ്ഥയിലേക്ക് ഇന്ന് ലോകം വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുക. ഇവിടെ വചനം പറയുകയാണ്, സാബത്ത് ദിവസം അവൻ തെരഞ്ഞെടുത്തു, അവൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവിനാൽ പഠിപ്പിക്കപ്പെട്ടവരായി നമ്മുടെ മക്കൾ മാറണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കുന്നവരായി മാറണം. നാം ഒക്കെയും ദൈവവചനത്തിന് ദാഹത്തോടെ ദേവാലയത്തിലേക്ക് പോകണം. നമ്മളെങ്ങനെയാണ് ദേവാലയത്തിൽ പോവുക? എത്ര ഒരുക്കത്തോടെയാണ് നമ്മൾ പോവുക? ഈശോയെ കാണാനാണോ പോകുന്നേ? കുർബാന കാണാനാണ് പോകുന്നേ? അയ്യോ, ഇന്ന് കൊച്ചച്ഛനല്ലല്ലേ, വികാരി അച്ഛൻ്റെ പ്രസംഗം പോരാ. പ്രിയപ്പെട്ടവരെ, പ്രസംഗം കേൾക്കാനാണോ പോകുന്നേ?
കൃപയുടെ ഉറവിടത്തിലേക്ക് നമ്മൾ ചെന്നിട്ട് അഭിഷേകത്തിൻ്റെ, വിടുതലിൻ്റെ, സൗഖ്യത്തിൻ്റെ ആ അൽത്താരയിലേക്ക് നമ്മൾ ചെന്നിട്ട് നമ്മളിങ്ങനെ ഭംഗിയുള്ള പൂക്കളും അൽത്താരയൊക്കെ നോക്കി നാട്ടുകാരെയൊക്കെ കണ്ടിട്ട് തിരിച്ചു പോരുക. അഭിഷേകത്തെ നമ്മൾ പരിത്യജിക്കുക. അതാണ് കർത്താവിൻ്റെ വചനം പറയുക, ജ്ഞാനത്തിൻ്റെ ഉറവിടം നീ പരിത്യജിച്ചു. എത്ര വിശുദ്ധിയോടുകൂടെയാ നമ്മൾ ആൽത്താരയെ സമീപിക്കുക. കുമ്പസാരിച്ച് ഒരുങ്ങി പശ്ചാത്താപത്തോടെ ആൽത്താരയിലേക്ക് കടക്കുവാൻ പോലും ഭയന്ന് വിറച്ച ആ ചുങ്കക്കാരൻ്റെ മനോഭാവം നമുക്കുണ്ടോ? അതോ ഞാൻ കമ്മിറ്റിക്കാരനാ, ഞാൻ പ്രേ ഗ്രൂപ്പ് ലീഡറാ, എനിക്കൊക്കെ അറിയാം, ഞാൻ അടുത്താണ് ധ്യാനമൊക്കെ കൂടിയേ, എനിക്ക് നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാണോ അവിടെ കടന്നു പോവുക? കർത്താവ് നമ്മെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ ആ ഒരു മൂലയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ നിവർന്നു നിൽക്കാൻ പറ്റാതെ കൂനിയായ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവൾ കർത്താവിൻ്റെ മുഖം ശരിക്ക് കണ്ടിട്ടുണ്ടാവില്ല. കൂനിപ്പോയവളല്ലേ, അവൾക്ക് എങ്ങനെ നിവർന്നു നിന്ന് കർത്താവിനെ കാണാൻ പറ്റും? എങ്കിലും അവൾ ആ കൂനി അവസ്ഥയിൽ അവളുടെ കാതുകൾ രണ്ടും കുറിപ്പിച്ച് കർത്താവിനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അവളെ കർത്താവ് ശ്രദ്ധിച്ചു, അവളെ കർത്താവ് കണ്ടു. യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ചു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കൂനിയായവള്, ആരും ശ്രദ്ധിക്കാത്തവള് ഈശോ ശ്രദ്ധിച്ചു. കാരണം അവളുടെ ഹൃദയത്തിൻ്റെ കാതുകള് കർത്താവിൻ്റെ വചനത്തിന് കാതുകൂർപ്പിച്ച് കേട്ടുകൊണ്ടിരിക്കുക. അവളെ കർത്താവ് കണ്ടു. ജനമൊന്നും കണ്ടില്ല, അവൾ കർത്താവിനെയും കണ്ടില്ല. പക്ഷെ കർത്താവ് അവളെ കണ്ടു, അടുത്ത് വിളിച്ചു പറഞ്ഞു, നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. സുഖമാക്കപ്പെട്ടു എന്ന വാക്കാണ് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടായനെ. അവിടെ പറയാണ്, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ വേണ്ടത് മോചനമാണ്, സൗഖ്യമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് വിടുതലാണ്, നമുക്ക് വേണ്ടത് മോക്ഷമാണ്, മോചനമാണ്. നാം ആയിരിക്കുന്ന ബന്ധനത്തിൻ്റെ അവസ്ഥകളിൽ നിന്ന് 18 വർഷം ഇതാ സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന ആ മകളെയാണ് കർത്താവ് വിടുവിച്ചത്. വിടുതൽ വന്നതോ അവൾ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ. നമ്മളൊക്കെ ഈ ജീവിതത്തിൽ എത്ര സാബത്തുകൾ, എത്രയോ ഞായറാഴ്ചകളിൽ പള്ളി പോകുന്നുണ്ട്. നമ്മൾ ലോകം മുഴുവൻ പരക്കെ ഓടി നടക്കുമല്ലേ, എവിടെയോ ഒരു വിടുതൽ കിട്ടുക. ഏത് ധ്യാന കേന്ദ്രത്തിലാണ്? പുതിയ അച്ഛന്മാരാരാ? അഭിഷേകമുള്ളവരാരാ? പ്രിയപ്പെട്ടവരെ, നിൻ്റെ ഇടവകയിൽ കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഇടവകയിൽ അൽത്താരെ കിട്ടാത്ത ഒരു സൗഖ്യവും ഒരു വിടുതലും ഒരു മോചനവും ലോകത്ത് മറ്റൊരിടത്തും കിട്ടാൻ പോകുന്നില്ല. ഈശോ നിന്നെ കാത്തിരിക്കുന്ന അവിടെയാണ്. പലപ്പോഴും നമ്മളിത് മറന്നുപോകും. സിനഗോഗ് അധികാരി കോപിച്ച് വന്നിട്ട് പറഞ്ഞു, ബാക്കി ദിവസങ്ങളിൽ വരാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കർത്താവിന് മുഖനോട്ടമില്ല, സമയനോട്ടമില്ല. പലരും അന്വേഷിച്ച് നടക്കുക, എപ്പോഴാണ് എൻ്റെ സമയമൊക്കെ ശരിയാകുക? കർത്താവിൻ്റെ സമയം എപ്പോഴാണെന്നറിയാവോ? നീ നിൻ്റെ ഹൃദയം കർത്താവിന് കൊടുക്കുമ്പോൾ, തുറന്നു വെക്കുമ്പോൾ, അവനെ അന്വേഷിക്കുമ്പോൾ അവൻ്റെ സമയമായി. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോട് ഈശോ പറയുക, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. തൊട്ടടുത്ത നിമിഷം സമയമാകുക. അധികം മിനിറ്റുകളൊന്നും താമസിക്കുന്നില്ല. മറിയം ചെന്ന അവരോട്, പരിചാരകരോട് പറയുന്നു, അവൻ പറയുന്നത് പോലെ ചെയ്യുക. അവർ ചെയ്യാൻ തയ്യാറായപ്പോൾ, വക്കോളം നിറച്ചപ്പോൾ, ആ കുടങ്ങൾ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ സമയമായി. പ്രിയപ്പെട്ടവരെ, നിറയാത്ത വിശുദ്ധീകരണത്തിൻ്റെ അനേകം കുടങ്ങൾ, തിരസ്കരിക്കപ്പെട്ട, പരിത്യജിക്കപ്പെട്ട അനേകം കുടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈശോ അവിടെ വീഞ്ഞു തീർന്നു പോയതിനെ കുറിച്ചൊന്നും ഈശോ ചോദിക്കുന്നില്ല, പറയുന്നില്ല. വീഞ്ഞുകുടങ്ങൾ കൊണ്ടുവന്ന് നിറക്കുക എന്ന് പറയുന്നില്ല. ഈശോ കണ്ടെത്തിയത് അവിടെ നിറയാത്ത, ഒഴിവാക്കപ്പെട്ട, തിരസ്കരിക്കപ്പെട്ട, കുടുംബസ്ഥം മറന്നുപോയ ആ 6 കൽഭരണികളെ കുറിച്ചാണ്. ഈശോ പറയാ, ഇവയിൽ വെള്ളം നിറക്കുക. ഈ കൽഭരണികളിൽ വിശുദ്ധീകരണം. പ്രിയപ്പെട്ടവരെ, നീ വിശുദ്ധീകരിച്ചാൽ, ഇന്ന് നീ നിന്നെ തന്നെ വിശുദ്ധീകരിച്ചാൽ, നാളെ ദൈവം നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ജോഷുവ പറയുന്നെങ്കിൽ, ഇന്ന് കർത്താവ് പറയുക, ഇന്ന് നീ വിശുദ്ധീകരിച്ചാൽ, ഇപ്പോൾ തന്നെ ഞാൻ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധീകരണത്തിൻ്റെ കൽക്കുടങ്ങൾ എവിടെയൊക്കെ മറന്നു പോകുന്നോ, ഉപേക്ഷിക്കപ്പെടുന്നോ, അവിടെയൊക്കെയും ആഘോഷങ്ങൾ മുടങ്ങും, സമാധാനം മുടങ്ങും, കുടുംബജീവിതം അലങ്കോലമാകും. എന്നാൽ വിശുദ്ധീകരണത്തിന് നമ്മൾ മുൻതൂക്കം കൊടുക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് അഭിഷേകത്തിൻ്റെ വീഞ്ഞുകുടങ്ങളായി മാറാൻ സാധിക്കും.
ഇതാ തിരുവചനത്തിൻ്റെ അഭിഷേകം നമ്മൾ നിറയട്ടെ. ഏതൊക്കെ ജീവിതത്തിൽ ജ്ഞാനത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ജ്ഞാനത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ചുരുങ്ങിയ വാക്കിൽ പറയാം, ജ്ഞാനത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നീതിയെ, ദൈവത്തിൻ്റെ നന്മയെ അന്വേഷിക്കുക എന്നുള്ള. ജ്ഞാനത്തിൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ 4-ാം തിരുവചനം നാം ഇപ്രകാരം വായിക്കും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ 4-ാം തിരുവചനം, ആരിലൂടെ ലോകമെങ്ങും നിയമത്തിൻ്റെ നിത്യപ്രകാശം പരത്തേണ്ടിയിരുന്നു. ആരിലൂടെ ലോകം മുഴുവനിലും നിയമത്തിൻ്റെ നിത്യപ്രകാശം പരത്തേണ്ടിയിരുന്നു. ആ മക്കളെ ബന്ധനസ്ഥരാക്കിയ അവരുടെ ശത്രുക്കൾക്ക് പ്രകാശം നിഷേധിക്കപ്പെടുകയും ഇരുളിൻ്റെ തടവറയിൽ അടക്കപ്പെടുകയും ചെയ്തത് അവർ അർഹിക്കുന്നത് തന്നെ. ഒരുപക്ഷെ ഇങ്ങനെ വായിച്ചാൽ ഈ വചനത്തിൻ്റെ അർത്ഥം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുകയില്ല. അല്ലെങ്കിൽ ഒരുവിധം നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെയായിരിക്കും, ദൈവത്തിൻ്റെ മക്കളെ ബന്ധനസ്ഥരാക്കിയവർക്ക് ശിക്ഷ കിട്ടി, അത് നല്ല കാര്യം എന്നുള്ളതാണ്. പക്ഷേ ഈ വചനത്തിൽ മറഞ്ഞു കിടക്കുന്ന ഒരു നിധിയുണ്ട്. എന്താണെന്നോ? ആരിലൂടെ ലോകമെങ്ങും നിയമത്തിൻ്റെ നിത്യപ്രകാശം പരത്തേണ്ടിയിരുന്നു. പ്രിയപ്പെട്ടവരെ, നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രകാശം മറ്റുള്ളവർക്ക് പരത്തി കൊടുക്കാൻ, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ. പക്ഷെ നമ്മളൊക്കെ ഇന്ന് കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുക. നമ്മളിൽ തന്നെ വെളിച്ചമില്ല, നമ്മളിൽ തന്നെ പ്രകാശമില്ല, നമ്മൾ തന്നെ ഇതാ കെട്ടുപോയ വിളക്കുകളായി മാറിക്കഴിഞ്ഞു. തിരുവചനത്തിൽ ഇപ്രകാരം എനിക്കൊരു വലിയ പരാതി ഉണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഏകദേശം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. ചെറിയ പരാതിയൊന്നുമല്ല. ഞാനിപ്പോൾ എൻ്റെ പരാതി മുഴുവനും മറ്റുള്ളവരെ കുറിച്ചാണ്. അവർ ശരിയല്ല, ഇവർ ശരിയല്ല, നിങ്ങൾക്കറിയാം ആരൊക്കെയാണോ അവരൊക്കെ. ആരും ശരിയല്ല, പിന്നെ ആരാ ശരി? ഞാൻ മാത്രമേ ശരിയുള്ളൂ. ഇത് ശരിയല്ല, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, ഈ ശുശ്രൂഷ ശരിയല്ല, ഈ ശുശ്രൂഷകർ ശരിയല്ല എന്നൊക്കെയുള്ള വലിയ പരാതി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ ഈശോയുടെ മുമ്പിലിരുന്നു ഒരു ദിവസം. അന്ന് ഞാൻ സുവിശേഷം തുറന്ന് വായിക്കുമ്പോൾ ഞാൻ അവിടെ കണ്ടത്, വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കാറില്ലല്ലോ, അത് പീഠത്തിന്മേലാണ് വെക്കുക, അപ്പോൾ ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകും. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കൊള്ളാം, നല്ല വചനം. പക്ഷേ ഇതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. കർത്താവിനോട് ചോദിച്ചു, നീ പീഠത്തിലാണോ ഇരിക്കുന്നേ? നീ ഭവനത്തിലുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്നുണ്ടോ? ആ ചോദ്യം എന്നെ നിരാശപ്പെടുത്തി. കാരണം ഞാൻ ഇരിക്കേണ്ടടുത്ത് ഇരിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇരിക്കേണ്ട ഇടത്തല്ല ഇരിക്കുന്നത്. ഞാൻ പ്രകാശം കൊടുക്കേണ്ട എൻ്റെ ഭവനത്തിലുള്ളവർക്ക്, എൻ്റെ ഇടവകയിൽ, എൻ്റെ സമൂഹത്തിൽ, എൻ്റെ കൂട്ടായ്മയിൽ, ഞാൻ പോകുന്ന ഇടങ്ങളിൽ ഞാൻ ക്രിസ്തുവിൻ്റെ പ്രകാശമാകുന്നില്ല. വളരെ വിഷമം തോന്നി. പിന്നെയും വിഷമം തോന്നി. ഈശോയോട് ചോദിച്ചു, ഈശോയെ, എനിക്ക് പ്രകാശം കൊടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ സഹോദരൻ ഇരുട്ടിക്കഴിയുക, എൻ്റെ സഹോദരി ഇരുട്ടിക്കഴിയുക, എൻ്റെ അയൽക്കാരൻ ഇരുട്ടിക്കഴിയുക, എൻ്റെ ഇടവക സമൂഹം ഇരുട്ടിൽ കഴിയുക. ഞാൻ എന്ത് ചെയ്യുന്നു? അവർക്ക് കൊടുക്കാൻ, അവരെ പ്രകാശിപ്പിക്കത്തക്ക വിധം, അവരുടെ ഇരുളകറ്റാൻ തക്കവിധം പ്രകാശം എന്നിലില്ല. അതെന്നെ വളരെയധികം വേദനിപ്പിച്ചു. അന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. ഇരുട്ടിനെയല്ല പഴിക്കേണ്ടത്, ഞാൻ എൻ്റെ വെളിച്ചത്തെയാണ്. എൻ്റെ വെളിച്ചത്തെ, എൻ്റെ തീഷ്ണതയെ വർദ്ധിപ്പിക്കാതെ, ഞാൻ ജ്വലിക്കാതെ, ഞാൻ എരിയാതെ, ഞാൻ നീറാതെ പ്രകാശം ഉണ്ടാകിയില്ല. അന്ന് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, നീ എന്നെ എരിയിച്ചോ, നിൻ്റെ സ്നേഹത്തിൽ എന്നെ എരിയിക്കുക, എന്നെ ജ്വലിപ്പിക്കുക. എൻ്റെ ചുറ്റുമുള്ളവർക്ക് ഇന്ന് ഞാൻ ആരുടെ കുറവ് കണ്ടാലും, എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൂട്ടുകാരുടെയോ എൻ്റെ സഹോദരൻ്റെയോ സഹോദരിയുടെയോ കുറവ് കണ്ടാൽ ഞാൻ എൻ്റെ കുറവായിട്ടാണ് ഞാനത് കാണുക. കാരണം അവൾക്ക് കൊടുക്കാൻ എൻ്റെ വെളിച്ചം പോരാ. അവളുടെ ഇരുട്ടിനെ, അവൻ്റെ ഇരുട്ടിനെ പ്രകാശിപ്പിക്കാൻ എൻ്റെ വാക്കുകൾക്ക്, എൻ്റെ പ്രവൃത്തികൾക്ക്, എൻ്റെ ജീവിതത്തിന് പ്രകാശം പോരാ. ഇന്ന് ഞാനിവിടെ വരുമ്പോൾ ഇവർ ക്യാമറ ലൈറ്റുകളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുക. ലൈറ്റ് വേണം, അപ്പോൾ ആവശ്യത്തിൽ ലൈറ്റൊക്കെ ഇടണം. ഈ ലൈറ്റുകളാണ് എന്നെ പ്രകാശിപ്പിക്കുന്നത്. നിങ്ങളെന്നെ ഭംഗിയായിട്ട് കാണുന്ന ഈ ലൈറ്റുകളുടെ വെളിച്ചത്തിലാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ്, ഞാൻ എത്രത്തോളം പ്രകാശിക്കുമോ, സൂര്യൻ എത്രത്തോളം പ്രകാശിക്കുമോ, അത് ഈ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, നാം എരിയുമ്പോൾ, നമ്മൾ കൂടുതൽ എരിയുമ്പോൾ, അത് ശക്തമായിട്ട് എരിയുമ്പോൾ മാത്രമാണ് എന്ന് പറഞ്ഞാൽ അത് നീറ്റല, സഹനമാണ്. നമ്മളെ തന്നെ എരിയാൻ കൊടുക്കണം. അതിന് നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കുറവുകൾ മാറിക്കിട്ടും. അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 18:4 പറയുകയാണ്,
ആരിലൂടെ നിയമത്തിൻ്റെ പ്രകാശം പരത്തേണ്ടിയിരുന്നോ അവരെ ബന്ധനസ്ഥരാക്കി. പ്രിയപ്പെട്ടവരെ, ഇന്ന് സഭാമക്കൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇന്ത്യ മുഴുവനും ലോകം മുഴുവനും നീ എവിടെ ആയിരുന്നോ? ഇന്ന് പലരും യുദ്ധം ചെയ്യുക, സഭയെ സംരക്ഷിക്കാൻ, ക്രിസ്ത്യാനികളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനൊക്കെ നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എത്രത്തോളം നമ്മൾ എരിയുന്നുണ്ട്, നമ്മൾ ജ്വലിക്കുന്നുണ്ട്? പ്രാർത്ഥന കൊണ്ട്, ഉപവാസം കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയിൽ നമ്മൾ ജ്വലിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കുകൾക്ക് മൂർച്ചയേറും, നമ്മുടെ സാന്നിധ്യങ്ങൾക്ക് സാമീപ്യങ്ങൾക്കുമൊക്കെ ദൈവത്തിൻ്റെ സ്വർഗീയമായ, അതുകൊണ്ടാണ് പറയുക, ശിഷ്യന്മാർ കടന്നു പോകുമ്പോൾ, സ്ലീഹന്മാർ കടന്നു പോകുമ്പോൾ അവരുടെ നിഴല് വീണ് രോഗികൾ സൗഖ്യം പ്രാപിച്ചു. ഈശോയുടെ സാന്നിധ്യത്തിൽ പിശാചുകൾ വിറച്ചു, അവർ നിലവിളിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് നിലവിളിക്കുകയും നമ്മളിന്ന് ഒച്ചപ്പാടുണ്ടാക്കുകയും ചെയ്യുക. അവനെക്കുറിച്ച് പറയുക, അവൻ്റെ ശബ്ദം കേൾക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ആ ഒരു അഭിഷേകത്തിലേക്ക് ഇന്ന് സഭ ഉണരണം. പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്ന സാന്നിധ്യം, അമ്മയുടെ സാന്നിധ്യം പരിശുദ്ധാത്മാവിനെ പകരുന്നതാണ്. വിശുദ്ധ അൽഫോൺസാമ്മ, വിശുദ്ധ മറിയം ത്രേസ്യ, പ്രിയപ്പെട്ടവരെ, ആ കല്ലറയിലൊക്കെ പോയി നിൽക്കുമ്പോൾ, മരിച്ച് മണ്ണടിഞ്ഞ് എത്രയോ നാളുകൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ ഇവരുടെയൊക്കെ കല്ലറയെങ്കിൽ പോയി നിൽക്കുമ്പോൾ ലഭിക്കുന്ന അഭിഷേകം, ക്രിസ്ത്യാനിയായ ഞാനും നിങ്ങളും ജീവിക്കുന്ന അഭിഷേകമായിട്ട് മാറണം. എൻ്റെ ഒരു ചെറിയ അനുഭവം കൂടെ ഞാൻ പങ്കുവെക്കുകയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഞാൻ സൗദി അറേബ്യയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ഞാൻ ഒരുപാട് ആഗ്രഹിക്കുക, എനിക്ക് ലോകം മുഴുവനും പോയി സുവിശേഷം പറയണമെന്ന് എൻ്റെ വലിയ ആഗ്രഹം. 16-ാമത്തെ വയസ്സിൽ ഈശോ എന്നെ വിളിച്ചു, അങ്ങനെ പലയിടങ്ങളിലൊക്കെ പോയി സുവിശേഷമൊക്കെ പറഞ്ഞു. ഇപ്പോഴും എൻ്റെ ആഗ്രഹം, മരണം വരെ ഇങ്ങനെ വചനം പറയണം, ഈശോയുടെ സ്നേഹം പകരണം. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ അടുത്ത കാലങ്ങളിലാണ് പഠിച്ചത്. നമ്മുടെ സാന്നിധ്യം, നമ്മുടെ സാമീപ്യം. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രത്തോളം നമ്മൾ തകർക്കപ്പെട്ടാലും തകർക്കപ്പെടാത്ത, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ രാജാവ് പറയുന്നുണ്ട്, നാം 3 പേരെയല്ലേ ബന്ധനസ്ഥരാക്കിയേ, നമ്മളെ ബന്ധനസ്ഥരാക്കിയ 3 പേരല്ലേ. പക്ഷേ അവർ ബന്ധനമൊന്നുമില്ലാണ്ട് അവർ 4 പേരെ കാണുന്നില്ല, കൂട്ടത്തിൽ 4-ാമൻ ദേവനെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. സിനിമാ നടൻ ദേവനല്ല കേട്ടോ, ദേവനെ പോലെ. അവൻ ദൈവത്തെ അറിയാത്തതുകൊണ്ട് ദൈവദൂതനായിരുന്നു. അപ്പോൾ പറയാ, അവൻ ദേവനെ പോലെ ഇരിക്കുന്നു, അവരിതാ നടക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാഴ്ച കാണാൻ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ വലിയ സഹനങ്ങളിങ്ങനെ വരിക. സഹനങ്ങളിങ്ങനെ ആഞ്ഞടിച്ച് പോകുമ്പോഴൊക്കെ ചിലർ എന്നോട് ചോദിക്കും, വെറുതെ ആണല്ലേ, ജനസമ്പ്രദായ പ്രശ്നമാണ്, ജോലിയില്ല, അല്ലെങ്കിൽ രോഗമാണ് ഒക്കെ പറയുന്നത് വെറുതെ ആണല്ലേ. ഞാൻ എൻ്റെ ഒരു അനുഭവം, സൗദി അറേബ്യയിൽ ഞങ്ങൾക്ക് 3 സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. 3 സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം അതെല്ലാം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ചതിക്കപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു. 23 വർഷം നടത്തിയ സൂപ്പർ മാർക്കറ്റാണ്, എല്ലാം പോയി. അപ്പോൾ പലരും എന്നോടത്ത് പരിതപിച്ചു. അപ്പോൾ അവിടെ എനിക്ക് പരിചയമുള്ള ക്യാപ്റ്റന്മാരുണ്ട്, പോലീസിൽ ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ട്. അവർ പറഞ്ഞു, നിനക്കിത് പിടിച്ചു തരാം, നമുക്ക് തിരിച്ചു പിടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട. എന്താ കാര്യം, എന്താ അതെന്തുകൊണ്ടാണ്, അവർക്ക് അറിയണം. അപ്പോൾ ഞാൻ ആ സഹോദരങ്ങളോട് പറഞ്ഞു, ഞാൻ ഈ കട നഷ്ടമാകുന്നതിന് തൊട്ട് മുമ്പ് ഒരാഴ്ച മുന്നേ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കർത്താവ് വചനത്തിലൂടെ ഒരു സന്ദേശം തന്നു. ലൂക്ക 6:31 ഇപ്രകാരമാണ്, നിൻ്റെ വസ്തുവകൾ എടുത്തു കൊണ്ടുപോകുന്നതുകൊണ്ട് നീ തിരികെ ചോദിക്കരുത്. ഞാൻ അക്ഷരം പ്രതി ആ വചനം ജീവിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, അതിനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഈ സ്ഥാപനം ഇത് മുഴുവൻ നീ എടുത്തുള്ള, എനിക്ക് ആത്മാക്കളെ തരിക എന്ന്. ഈശോ ആ പ്രാർത്ഥന കേട്ടു, സ്ഥാപനം എടുത്തു, എന്നെ ഫ്രീ ആക്കി. ഇപ്പോൾ എനിക്ക് കൂടുതൽ സമയം, ഇപ്പോൾ 8 മണിക്കൂർ ജോലിയൊക്കെ ഉള്ളൂ. ഞാൻ അന്നുണ്ടായിരുന്ന അന്ന് സ്വന്തമായിട്ട് സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നപ്പോഴേക്കാളും കൂടുതൽ എനിക്ക് സമ്പാദ്യമുണ്ട്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ദൈവം തന്നു. പ്രിയപ്പെട്ടവരെ, നാം ബന്ധനസ്ഥരായിരിക്കുന്നെങ്കിൽ പൗലോസ്ലീഹ പറയുന്ന പോലെ സുവിശേഷത്തെ പ്രതി, ക്രിസ്തുവിനെ പ്രതി നാം ബന്ധനസ്ഥരാകണം. ക്രിസ്തുവിൽ നാം ബന്ധനസ്ഥരാകണം. പിന്നെ ക്രിസ്തുവിനെ പ്രതി നീ ബന്ധനസ്ഥനായോ, നിന്നെ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും നിന്നെ തളർത്താനോ തകർക്കാനോ ബന്ധിക്കാനോ സാധിക്കുകയില്ല. അപ്പോൾ ബന്ധനത്തിൽ നിന്നുള്ള മോചനം ഇപ്രകാരമാണ് സാധിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയും സകല വിശുദ്ധരും മാലാഖമാരും, പ്രത്യേകിച്ച് നമ്മുടെ കാവൽ മാലാഖമാരും നമ്മെ അതിന് സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക്
എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.